നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റമദാനിലും ഗാസയിൽ ഇസ്രയേലിന്റെ ക്രൂരത തുടർന്നു. വിശുദ്ധ മാസത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 67 പേർ കൂടി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം 31,112 ആയി. ഇതുകൂടാതെ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിന് മറുപടി എന്നോണം ലെബനാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ബാൽബെക്കിലും ആക്രമണം നടന്നതായി ലെബനാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ കരാർ പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയാണ്. റമദാന് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ കൊണ്ടുവരണമെന്ന് അമേരിക്കയും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നടന്നില്ല. US, ഈജിപ്ത്, ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനോ ഇസ്രയേലിനോ കഴിഞ്ഞില്ല. വിശുദ്ധ റമദാനിലും താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിലും ചർച്ചകൾ നിലച്ച അവസ്ഥയിലാണ്. എന്നാൽ വെടിനിർത്തൽ ചർച്ച വിജയം കാണുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ലെന്ന് CIA ഡയറക്ടർ പ്രതികരിച്ചു. കരാർ ഉണ്ടായില്ലെങ്കിൽ സിവിലിയൻ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ നെതന്യാഹു സർക്കാരിന്റെ ഭാവി അപകടത്തിലാണെന്ന് വ്യക്തമാക്കുന്ന അമേരിക്കയുടെ വാർഷിക ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു. സർക്കാരിനെതിരെ ഇസ്രയേലിൽ വൻ പ്രക്ഷോഭം ആസന്നമാണെന്നും ഹമാസിനെ തുരത്തുക എളുപ്പമല്ലെന്നും പ്രതിരോധം വർഷങ്ങൾ നീണ്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ യുദ്ധവും പട്ടിണിയും ദുരിതത്തിലാക്കിയ ഗാസൻ ജനതയ്ക്ക് സഹായം ഉറപ്പാക്കാനുള്ള നീക്കവും ഇസ്രയേൽ തടയുകയാണ്. കരമാർഗം കൂടുതൽ സഹായം ഉറപ്പുവരുത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അഭ്യർത്ഥന ഇസ്രയേൽ തള്ളി. റഫ ഉൾപ്പെടെ അതിർത്തി വഴിയുള്ള സഹായം കൂടുതലായി ലഭ്യമാക്കണമെന്ന UN ഏജൻസിയുടെ അഭ്യർത്ഥനയും ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല. ഈജിപ്തുമായി ചേർന്ന് UAE ഇന്നലെ 42 ടൺ സഹായ വസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു. നന്മയുടെ പക്ഷികൾ എന്ന പേരിട്ട ഓപ്പറേഷനിലാണ് UAE, ഈജിപ്ത് വ്യോമസേനകൾ സംയുക്തമായി ചേർന്ന ഗാസ മുനമ്പിന് മുകളിൽ ആകാശത്ത് നിന്ന് ഭക്ഷണവസ്തുക്കളും മരുന്നുമടക്കം താഴേക്ക് അയച്ചത്. ഗാസയുടെ ഒരു ഭാഗത്തും ഭക്ഷണ വിതരണം നടത്താൻ തുടർച്ചയായ ആക്രമണം മൂലം സാധിക്കുന്നില്ലെന്ന് യുണിസെഫ് അറിയിച്ചു. അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തമാകും കാത്തിരിക്കുന്നത് എന്നും പട്ടിണി മൂലം ഗാസയിലെ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണെന്നും UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.